നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. നമുക്കിതിൻ്റെ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം BPL AY റേഷൻ കാർഡിലെ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ലഭിക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണിത്. അപേക്ഷകൾ എല്ലാവരും തന്നെ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക. അപേക്ഷകൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ വാലിഡേറ്റ് ചെയ്ത് വളരെ വൈകാതെ ഇത് അപ്രൂവൽ നൽകും. അതിനുശേഷം ആദ്യ ഗഡുവിൻ്റെ വിതരണവും ഉണ്ടാകും. ജനുവരി മാസം തന്നെ ആദ്യ ഗഡുവൊക്കെ വിതരണം ചെയ്യുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് എങ്കിൽ നവംബർ മാസം മുതൽ ഏകദേശം 3000 രൂപയോളം നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇത് ഇപ്പോൾ അപേക്ഷ വെക്കാൻ വൈകിയെങ്കിൽ പിന്നീട് അടുത്ത ഘട്ടത്തിലായിരിക്കും നമ്മൾ പരിഗണിക്കപ്പെടുക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഇനി അത് മാത്രമല്ല, എല്ലാ വർഷവും ഇനി മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ പോലും ഈ സ്ത്രീ ഗുണഭോക്താക്കൾക്കുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് എല്ലാ പ്രാവശ്യവും ഇനി മുതൽ പെൻഷൻ സാധാരണഗതിയിൽ മറ്റുള്ളവർക്ക് 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന അതേ സമയത്തായിരിക്കും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യവും അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല, അർഹതയുള്ളവരായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത്. കൃത്യമായിട്ടുള്ള പരിശോധനയുണ്ട്. കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 18% പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഈടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കൃത്യമായിട്ട് അർഹതയുള്ളവരാണ് അപേക്ഷ വയ്ക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതായത് നമ്മളുടെ വീടുകളിലാണെങ്കിൽ പോലും മറ്റ് ക്ഷേമ പെൻഷനോ കുടുംബ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലുള്ളവ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിക്കോട്ടെ സ്ഥിര നിയമനമൊക്കെ ലഭിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ കരാർ നിയമനമൊക്കെ ആണെങ്കിൽ പോലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്ക് ഇതൊരു തടസ്സമാവില്ല. അതോടൊപ്പം നമ്മളൊരു സാക്ഷ്യപത്രം കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അനുബന്ധ രേഖകളെല്ലാം വിട്ടുപോകാതെ ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. സംസ്ഥാന ബഡ്ജറ്റ് ജനുവരി 29-ന്. പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും നിലവിൽ വന്നിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന കൂടുതൽ പദ്ധതികൾ ഉണ്ടാകുന്ന ഒരു ജനപ്രിയ ബജറ്റായിരിക്കും 2026-ലേതെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പെൻഷനാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് ജനപ്രിയ സഹായങ്ങൾ കൂടുതൽ ജനങ്ങളുടെ കൈകളിലേക്ക് ധനസഹായം എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരാണെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ ശ്രദ്ധിക്കുക. നിലവിൽ ഇപ്പോൾ 2000 രൂപ വീതമാണ് പ്രതിമാസ പെൻഷൻ വിതരണം ചെയ്യുന്നത്. അതുമാത്രമല്ല, കൃത്യമായിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അർഹതയുള്ളവർക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, അത് APL ആയിക്കോട്ടെ BPL ആയിക്കോട്ടെ, നമുക്കതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ അർഹതയുള്ളവർക്ക് അവരുടെ അർഹതാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പരിഗണിച്ചും നൽകിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നമ്മളുടെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയും പെൻഷൻ അനുവദിക്കുന്നതായിരിക്കും. അടുത്ത മാസം മുതൽ ഇത് അപ്രൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 30 ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ അപ്രൂവായി നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വൈകാരികമുള്ളവർക്ക് കൈകളിലേക്ക് 2000 രൂപ വീതം എത്തിച്ചേരുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ 9-10 ക്ലാസ്സുകളിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇതുവരെ അവർ മറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് ഗ്രാൻസിൻ്റെ വെബ്സൈറ്റിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയിപ്പ് നൽകും. ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ എന്തൊക്കെയാണെന്ന് വിളിച്ച് അന്വേഷിക്കുക. അതിനുശേഷം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ജനുവരി മാസം 15-ാം തീയതി വരെ മാത്രമായിരിക്കും അവസരം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.